10ാം ക്ലാസ് മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന ഭാഗം പഠിക്കാം. ഇന്നൊരു കഥ പറയാം. അയാൾ പറഞ്ഞു, എന്ത് കഥയാണ് വേണ്ടത്? കുട്ടികളെല്ലാവരും ഒന്നിച്ച് സംസാരിക്കാൻ തുടങ്ങി. സാർ സുറുമയിട്ട പെൺകുട്ടി കൈ ഉയർത്തി കാട്ടി. പറയൂ, രവി പറഞ്ഞു. സാർ, ആരും ചാകാത്ത കഥ. രവി ചിരിച്ചുപോയി. അവൾ തുടുത്തു. എന്താ പേര്? രവി ചോദിച്ചു. കുഞ്ഞാമിന. ശരി, രവി പറഞ്ഞു. രവി കഥ പറയാനൊരുങ്ങി. ഖസാക്കിൻ്റെ ഇതിഹാസം. OV വിജയൻ. കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം, മാതൃഭാഷ വേണം. ചർച്ച ചെയ്യുക. നോക്കൂ, ഭാഷ പൂത്തും സംസ്കാരം തളിർത്തും എന്ന ഈ ഭാഗം OV വിജയൻ്റെ പ്രശസ്ത നോവലായ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന കൃതിയിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതിൽ കുഞ്ഞാമിന എന്ന കഥാപാത്രം ആരും മരിക്കാത്ത ഒരു കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. വേദനകളോ അക്രമങ്ങളോ ഇല്ലാത്ത സ്നേഹവും സന്തോഷവും മാത്രം നിറഞ്ഞ ഒരു ലോകത്തെക്കുറിച്ചുള്ള അവളുടെ സ്വപ്നം ഈ ഭാഗത്ത് വ്യക്തമാക്കുന്നുണ്ട്. കുഞ്ഞു മനസ്സിൻ്റെ നിഷ്കളങ്കതയും യാഥാർത്ഥ്യ ലോകവും തമ്മിലുള്ള വ്യത്യാസമാണ് ഇതിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് OV വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ ഈ ഭാഗത്ത് പ്രധാന കഥാപാത്രമായ രവി കുഞ്ഞാമിന എന്ന കുഞ്ഞു പെൺകുട്ടിയെ കാണുന്നു. കുഞ്ഞാമിന ഭയമില്ലാത്തതും ദുഃഖമില്ലാത്തതുമായ ഒരു കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഖസാക്കിലെ ജീവിതം ദുരന്തങ്ങളും കഷ്ടപ്പാടുകളും നിറഞ്ഞതാണ്. കുഞ്ഞാമിനയുടെ സ്വപ്നലോകവും ഖസാക്കിൻ്റെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ഈ ഭിന്നത മനുഷ്യജീവിതത്തിൻ്റെ നിഷ്കളങ്കതയും കഠിനമായ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ, കഥാപാത്രമായ കുഞ്ഞാമിനയുടെ നിഷ്കളങ്കമായ സ്വപ്നലോകവും ഖസാക്കിലെ കഠിനമായ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യമാണ് ഈ ഭാഗത്തിൻ്റെ പ്രധാന പ്രമേയം. ഇനി രവിയെക്കുറിച്ച് പറയാം. ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ രവി ഒരു സങ്കീർണമായ വ്യക്തിത്വമാണ്. നഗരജീവിതത്തിൻ്റെ അലച്ചിലുകളിൽ മടുത്ത് നഗരജീവിതം ഉപേക്ഷിച്ച് ഖസാക്കിലേക്ക് യാത്രയാകുന്ന ഒരു ചിന്തകനായ ചെറുപ്പക്കാരനാണ് രവി. തൻ്റെ തെറ്റുകളുടെ ഭാരം കുറയ്ക്കാൻ ആ പുതിയ ജീവിതം അവനെ സഹായിക്കുന്നു. അവിടെ അവൻ ഗ്രാമീണ ജീവിതവുമായി ഇണങ്ങിച്ചേരുകയും പുതിയൊരു അസ്തിത്വം കണ്ടെത്തുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, ആത്മീയമായൊരു യാത്രയുടെ കഥാപാത്രമാണ് രവി. ഇനി കുഞ്ഞാമിനയെ പറ്റി പറയാം. കുഞ്ഞാമിന നിഷ്കളങ്കതയുടെയും ഗ്രാമീണ സൗന്ദര്യത്തിൻ്റെയും പ്രതീകമാണ്. അതായത് ഖസാക്കിൻ്റെ യാഥാർത്ഥ്യങ്ങൾ കാണിക്കുന്ന ഒരു പ്രധാന കഥാപാത്രമാണ് കുഞ്ഞാമിന. ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ നോവല് ഖസാക്ക് എന്ന ഗ്രാമത്തിലേക്ക് വരുന്ന രവി എന്ന കഥാപാത്രത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അവിടെയുള്ള മനുഷ്യരുടെ ജീവിത രീതികളും അവരുടെ നിഷ്കളങ്കതയും ഒപ്പം അന്ധവിശ്വാസങ്ങളും സാമൂഹിക പ്രശ്നങ്ങളുമൊക്കെ നോവലിൽ പ്രതിപാദിച്ചിരിക്കുന്നു. രവിയുടെ ആന്തരിക സംഘർഷങ്ങളും അന്വേഷണങ്ങളുമാണ് ഇതിൻ്റെ പ്രധാന പ്രമേയം. ഇനി താഴെ കൊടുത്തിരിക്കുന്നത് വായിക്കാം. എന്താണ്? കഥ മാത്രമല്ല, എല്ലാം വൈകാരികമായി അവതരിപ്പിക്കാൻ ഭാഷ വേണം, മാതൃഭാഷ വേണം. ചർച്ച ചെയ്യുക. അതായത് മാതൃഭാഷയിലൂടെയാണ് നമ്മൾ നമ്മളുടെ വികാരങ്ങളും ആശയങ്ങളും ഏറ്റവും ആഴത്തിൽ പ്രകടിപ്പിക്കുന്നത്, അല്ലേ? ഒരു കഥ മാത്രമല്ല, നമ്മുടെ സന്തോഷം, സങ്കടം, ദേഷ്യം തുടങ്ങിയ എല്ലാ വികാരങ്ങളും ഏറ്റവും സ്വാഭാവികമായി മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് മാതൃഭാഷ തന്നെ വേണം. അത് നമ്മുടെ സംസ്കാരവും പൈതൃകവും കാത്തു സൂക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യും.